ഇവിടെ മത്സരമില്ല. ഇവിടെ UDF ജയിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം. ഇവിടെ മത്സരമില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കുന്നില്ല, മത്സരത്തെക്കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല. UDF ജയിച്ചു കഴിഞ്ഞു. KPC പ്രസിഡന്റ് പറഞ്ഞ പോലെ UDF LDF തമ്മിലാണ് മത്സരമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ഞാൻ പറഞ്ഞു ഇതിനകത്ത് ജനം UDFനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് LDF സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണും. യാതൊരു സംശയവും വേണ്ട. LDFനെതിരെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് വയനാട് കാണിക്കും, ചേലക്കര കാണിക്കും, പാലക്കാടും കാണിക്കും. ഞങ്ങൾ ഒന്നിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പുറയിൽ ആരായാലും കുഴപ്പമില്ല, ആര് വന്നാലും കുഴപ്പമില്ല. അവർ തമ്മിൽ മത്സരിച്ചോട്ടെ. ഇവിടെ എൻ്റെ ഒരു നോട്ടത്തിൽ BJP പിക്ചറിലേ ഇല്ല. അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം അവർ തമ്മിൽ തന്നെ മത്സരമായിട്ടിരിക്കുക. അവർ തമ്മിൽ തീർക്കട്ടെ ആദ്യം. അതൊരു നോക്കാം. അല്ല, ഞാൻ സരിനെ പറ്റി ഒന്നും പറയുന്നില്ല കൂടുതൽ. സരിൻ തന്നെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇല്ലേ. എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് എല്ലാ പാർട്ടിക്കാർക്കും വന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി മത്സരിച്ച ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കോൺഗ്രസ് പാർട്ടിയാണ് എൻ്റെ പിതാവിൻ്റെ പാത. ആ പാത വിട്ട് ആർക്ക് വേണേൽ പോകാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നും ആശീർവാദം ഉണ്ടെന്നും പിന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. ഒരു സംശയമില്ല, അനുഗ്രഹം ഉണ്ടാവില്ല. അല്ല, അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പറ്റി അവരങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ അവരുടെ പാർട്ടിക്ക് തന്നെ സംശയം. അതുകൊണ്ടാണ് ചിഹ്നം കൊടുക്കാത്തൊരു സ്ഥാനാർത്ഥിയെ അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പുള്ളി ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഡിഫെൻഡ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു. അവസരവാദി എന്ന് പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ കട്ടൻ ചായയും പരിപ്പ് വടയും ഓട്ടോബയോഗ്രഫി അത് പുറത്ത് വന്നപ്പം DC ബുക്സിന് കൊടുത്തിരിക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുക അവസരവാദിയാണ്. അപ്പം പിന്നെ അതിനെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കണ്ടേ. പറഞ്ഞിരിക്കുന്നത് മഹാഭാഗ്യം എന്നാ. അച്യുതാനന്ദ ഭാഷ പറഞ്ഞ മഹാഭാഗ്യം. ആ ഹായ്ക്ക് ഇച്ചിരി നീട്ട കൂടുതലുണ്ട്. അങ്ങയുടെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും വന്ന് ആ സമയത്ത് മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള ഒരാളാണ്. അപ്പോൾ ആ പാർട്ടിയോട് പോയിട്ട് വരുന്നു. അപ്പോൾ ഈ മതിയായ തരത്തിൽ എതിർ ശബ്ദങ്ങളെ കേൾക്കുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അങ്ങയുടെ പിതാവിന്റെ കാലത്തൊക്കെ എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ കേൾക്കുന്ന ഒരു സമീപനം നേതൃത്വത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല എന്നാണ് പൊതുവെ വരുന്ന പരാതി. അതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അത് ചർച്ചയല്ല. ഇതിവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതൊക്കെയാണോ ചർച്ച? ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നാടിൻ്റെ വിഷയമാണ്. ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാവുന്നത്. അത് മാത്രമേ ചർച്ചയുള്ളൂ. പാർട്ടിക്കകത്ത് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന സമയമല്ലാതെ അതൊക്കെ പിന്നീട് ഇലക്ഷന് ശേഷമൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണ്. അത് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒട്ടും ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് പോയിരിക്കുക. പല രീതിയിൽ പറയുന്നുണ്ട്. അങ്ങ് വരാൻ അങ്ങേക്കൊരു വിസമ്മതമുണ്ട്. പക്ഷേ KPC പ്രസിഡന്റ് നിർബന്ധിച്ചിട്ടാണ് അങ്ങ് വരുന്നത് എന്നൊരു പ്രചാരണം നടക്കുന്നത്. താങ്കൾ ലേറ്റായി വന്നെന്ന് തോന്നുന്നു. താങ്കൾ ലേറ്റായിട്ടാണ് വന്നിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിച്ചു. താങ്കൾ ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ് എൻ്റെ നേതാവ് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ്, പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം. എൻ്റെ പിതാവ് സുഖമില്ലാത്തപ്പോൾ എൻ്റെ പിതാവിനെ ജർമ്മനിക്ക് അയച്ചത് രാഹുൽ ഗാന്ധി. ആ റിപ്പോർട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടക്കുകയായിരുന്നു, ഒരുമിച്ച് നടക്കുകയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ റിപ്പോർട്ട് ഏൽപ്പിച്ച വ്യക്തി പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെയുള്ള നേതാവ് മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാനത് ചെയ്തിരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ. അപ്പം ഞാൻ അവിടെ സമയം സ്പെൻഡ് ചെയ്തതും കുറ്റമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് പുതുപ്പള്ളി ഇലക്ഷൻ ഒറ്റ ഇലക്ഷനാണ്. ഒറ്റ ഇലക്ഷനിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം അതാണ്. ചേലക്കര, പാലക്കാട്, വയനാട് 3 ഇലക്ഷൻ ഒരുമിച്ച് നടക്കുന്നു. തൃക്കാക്കര ഇലക്ഷനും ഒറ്റ ഇലക്ഷനായിരുന്നു. ഇവിടെ 3 ഇലക്ഷൻ നടക്കുമ്പോൾ അതും പ്രിയങ്ക ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അവിടുന്ന് മാറാൻ തന്നെ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഞാൻ അവിടുന്ന് ഒരു ദിവസം ചേലക്കര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ചേലക്കര പോകാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ വിടാതെ
എന്നെ പിടിച്ചു വെച്ച് അടുത്ത പരിപാടി പങ്കെടുപ്പിച്ച അവിടുത്തെ പരിപാടി മാറ്റി വെക്കേണ്ടി വന്നു. ഞാൻ അവിടെ നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലൈവ് എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞു ചേലക്കരയിലെ ആൾക്കാർ അല്ലെ ഇതിപ്പോൾ പറയും ചേലക്കര സ്ഥാനാർത്ഥിയോട് എനിക്ക് എതിർപ്പാന്ന് പറയും എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ തരത്തിൽ എന്നെ പിടിച്ചു വെച്ചോടെ. അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രചരണം ശരിയല്ല. ഇത് ഞാൻ MLA ആയപ്പോൾ തൊട്ട് എനിക്കെതിരെയുള്ള വ്യാജ വാർത്ത ഇത് നടത്തിക്കൊണ്ടിരിക്കുക.